സംസ്ഥാനത്ത് വിമതശല്യം, സ്ഥാനാർത്ഥി ബാഹുല്യം, അവസരവാദ രാഷ്ട്രീയമെന്ന് മഹാത്മാ ട്രസ്റ്റ് ഭാരവാഹികൾ. അല്ലല്ലേ, ഇവിടെ മാത്രമല്ല നമ്മുടെ കേന്ദ്രത്തിലും സ്ഥിതി ആറും വഷള. കേന്ദ്ര ഭരണത്തിന് എന്താ ഒരു കുഴപ്പം? മോദിയുടെ കീഴിൽ ദിനം പ്രതി നടക്കുന്ന വികസന പ്രവർത്തനങ്ങള് നിങ്ങളൊന്നും കാണുന്നില്ല മാഷേ. ബലൂൺ പോലെ. ഉവ്വേ, അദാനി, അംബാനി, തദ്വര, മറ്റു വമ്പൻസിനും മാത്രം വികസനം. അതിവിടെ ഇരിക്കട്ടെ, എന്റെ വ്യാകുലത ഈ തെരഞ്ഞെടുപ്പിലെ വിമതശല്യമാണ്. ഇവന്മാരൊക്കെ ഇങ്ങനെ കൽപ്പിച്ചിറങ്ങിയാൽ നമ്മുടെ ജനാധിപത്യം നശിച്ച് നാറാണക്കല്ല് പഠിക്കില്ലേ? പുത്തൻ രാഷ്ട്രീയ പ്രവർത്തകരുടെ ലക്ഷ്യം നിസ്വാർത്ഥതയും ജനസേവനവുമല്ല, സ്വാർത്ഥ താല്പര്യവും ധനസമ്പാദനവും മാത്രമാണ്. ഇവിടെ മഹാത്മജി, നെഹ്റുജി, AKG എന്നിവരുടെ നിസ്വാർത്ഥതയുടെ രീതി പ്രതീക്ഷിക്കുകയേ വേണ്ട. എന്നാൽ നിസ്വാർത്ഥരായ ഒരുവനെങ്കിലും ഈ രാഷ്ട്രീയത്തിൽ വേണ്ടേ? നിരാശ വേണ്ട എൻ്റെ മാഷെ. ആശിക്കാൻ ഇടതുപക്ഷത്ത് ഒരു വലിയ നേതൃനിര തന്നെയുണ്ട്. കേട്ടില്ല എൻ്റെ മാഷെ, ആചാരൊരു പൊങ്ങച്ചേ. ഇതുപോലൊരു നോണേ നോമിന്റെ ജീവിതത്തിലെ നോം ഇന്നേ വരെ കേട്ടിട്ടില്ല. ആചാര്യ പറഞ്ഞതിലും ഒരു വഴിയിലൊരു സത്യമുണ്ട്. ഒത്തുകളി, ഒത്തുകളി, എല്ലാത്തിനും ഉണ്ട് ഒത്തുകളി. ബലാത്സംഗ കേസിലെ പാലക്കാട് MLA ഒളിത്താവളം മാറി മാറി കളിക്കുന്നതിലും ഉണ്ട് ഒരു ഒത്തുകളി. കർണാടകത്തിലെ തിരുമേനിയുടെ ബെഡാ നേതാവിന്റെ പീഡന കേസും മേൽക്കോടതിയിലുണ്ട്. ഒരു വശം ശബരിമല സ്വർണ്ണക്കൊള്ള, പിന്നെ സ്വപ്ന സ്വർണ്ണക്കൊള്ള, വേറൊരു ഡോളർ കഥ, കൂടാതെ നേതാക്കളുടെ ബലാത്സംഗ കഥകൾ. എന്റെ കർത്താവേ, എന്തെല്ലാം കഥകൾ കൊണ്ട് പൂരിതമീ കേരളം.